അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നു ഗൈസ്. നമ്മൾ ഇന്ന് ഒരു ചാലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ ഗില്ലടിക്കുന്നതിന് നമ്മൾ കുറേ ചാലഞ്ചും കാര്യങ്ങളും എല്ലാമായിട്ട് പറയുന്നത് ഗില്ലടിക്കുന്നു. പിന്നെ ബ്രോയുടെ കളക്ഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അധികമൊന്നും കളക്ഷൻസ് ഇല്ല. എൻ്റെ ഒരു ഇറ്റാച്ചി ബണ്ടിലൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ബാനായി പോയി. ഞാൻ അത് കുറേ കരഞ്ഞു, ഭയങ്കര സങ്കടമായിപ്പോയി. കുറേ എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞു. ഞാൻ കരയാത്തല്ല ആരും കരഞ്ഞു. Oh man, I should have finished those deep fried chicken wings from last night. I'm starving. അതൊന്നുമില്ല, ഞാൻ ഡയമണ്ട് കൊടുത്ത് വാങ്ങിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഡയമണ്ട് കൊടുത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് പിച്ച് വെച്ച് വരുന്നു. എൻ്റെ കൂട്ടുകാരനൊരു അകിലി പറഞ്ഞായിരുന്നു GTA 5 എങ്ങനെയാണ് റെഡ്മി മൊബൈലുകളിൽ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ റെഡ്മി മൊബൈലിൽ കളിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അടുത്ത വീട്ടിലേക്ക് എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി എങ്ങനെ കളിക്കേണ്ടതെന്ന് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ അയച്ചു തരും. അതെനിക്ക് ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ്. ഇത്രയും കളക്ഷൻസ് ഡയമണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള ഡയമണ്ടിന് കൊടുത്ത് എന്നെ 1300 ഡയമണ്ടായി. ഈ സ്കാർപ്പ് സ്പിന്ന് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് കണ്ണിൻ്റെ ആനിമേഷൻ ഉണ്ട്. പിന്നെ ഇത്രയും ഡ്രസ്സുകളുണ്ട്. എത്ര 36 ഡ്രസ്സുണ്ട്. അതിൽ മറ്റേ റിട്ടേൺ ആയിപ്പോയ ഒരു വണ്ടിൻ്റെ ഡ്രസ്സാണ് ഇത്. അതിൻ്റെ ഫുൾ വണ്ടിലെ ഞാനിട്ട് കാണിക്കുക. എൻ്റെ ഫുൾ വണ്ടിയിലെ ഡ്രസ്സാണിത്. എൻ്റെ ഫുൾ വണ്ടിയിലെ ഡ്രസ്സാണിത്. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ സ്കാർപ്പ് ഉണ്ടായ ഇത്രയാണ് ഗൈസ്. മറ്റേ റിട്ടേൺ ആയിപ്പോയ വണ്ടിയിൽ ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇതൊക്കെയാണ്. പൊളി വണ്ടിയിലൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിച്ച് ബോഡിയൊക്കെ ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടായിരുന്നു ബാനായിപ്പോൾ. എൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി വെച്ച അക്കൗണ്ടായിരുന്നു. അത് ബാനായിപ്പോയി. സാരമില്ല, വിഷമമുണ്ട്, എന്നാലും സാരമില്ല. പിന്നെ ഷൂസ് 17 ഷൂസ്, പാൻറ്റ് 17 പാൻറ്റ്, ബണ്ടിലായിട്ട് 5 ബണ്ടില്. പിന്നെ ഷൂസ് ഇത് ഡയമണ്ട് കൂട്ടിയാണ് കേട്ടോ. ഈ ഒരു ഷൂസ് ഇത് റയറ് വാങ്ങണം. ഡയമണ്ട് കൂട്ടി വാങ്ങിച്ച, പക്ഷേ പെട്ടിയിൽ ഡയമണ്ട് ഒരു പെട്ടിയിലുണ്ട്. ഇത് റിട്ടേൺ ആയിപ്പോയ ഒരു ഷൂ ആണ്. ഡോക്ടർ വണ്ടിയിലെ ഷൂ ആണ്. അപ്പോൾ പെട്ടിന്ന് അടിച്ചതാണ്. അപ്പോൾ 20 ദിവസത്തേക്ക് പെട്ടിന്ന് അടിച്ചതാണ്. പിന്നെല്ലാം ഡയമണ്ടിൽ ഇതിന് രണ്ടുമാണ് പെട്ടിന്ന് അടിച്ചത്. റിട്ടേൺ ആയിപ്പോയ 2 ഡോക്ടറിൻ്റെ ചെരുപ്പുകളാണിത്. റയറ് വാങ്ങണം. പിന്നെ ഈ സ്കാർപ്പും റയറാണ്. പിന്നെ വെങ്കാശം നോക്കുകയാണെങ്കിൽ അധികം ഒന്നുമില്ല. MB40 കിടക്കുന്നുണ്ടോ നോക്കുന്നത്. നല്ല വയസ്സ് MB40 എടുത്തിട്ടില്ല. വരുവാണി എടുക്കും. എടുത്തിരിക്കുന്നു. ഉറപ്പില്ല. അയ്യോ ഞാൻ തോറ്റാനും ചിരിക്കും. പിന്നെ GTA 5 എങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും. GTA 5 എങ്ങനെ നമ്മുടെ ഫോണിൽ, ഈ ഫോണിൽ, വിവോയിൽ, പിന്നെ ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് എന്ന് പറഞ്ഞാൽ iPhone 60 Pro Max, 70 Pro Max, പിന്നെ
എന്നാ റെഡ്മി റെഡ്മിയുടെ പുതിയ കമ്പനിയുടെ അപ്പോൾ നമുക്ക് റെഡ്മിയുടെ ഫോണിനകത്തും വർക്കറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ ട്രൈ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അവനെ അങ്ങ് ഷോട്ടടിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാലേ കളിക്കുമ്പോൾ വേണ്ടിയേ ഞാൻ തോറ്റു പോകും. ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ പറ്റിയ ഗെയിംസാണ് വിവോ S24 Max, പിന്നെ എന്നാ നല്ല നല്ല ഫോണുകളൊക്കെ ഗെയിമാണ്. കളിച്ചോണ്ടാവണം അറിയത്തില്ല എനിക്ക് തന്നെ. ഓ ഗൈസ്, ഞാൻ സംസാരിച്ചു ഇവിടെ കൊതുകിൻ്റെ അവൻ ഇങ്ങോട്ടടിക്കുക. അങ്ങനെയുള്ള കാര്യം ഞാൻ കൊടുത്തോളാം, ചായ പടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിൽ iPhone 70 Proയിൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. 70 Pro ഞാൻ കളിച്ചായിട്ട് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. 70 ഓക്കെ, 70 Proയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കളിക്കാൻ പറ്റും. അതൊരു സംഭവം തന്നെ, കളിക്കാൻ പറ്റും. കിട്ടി iPhone കളിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 74 Maxൽ കളിച്ച iPhone 74 Max കിട്ടിയായിട്ട് പൊക്കോളും. നിങ്ങൾ കേടാക്കൊന്നും വേണ്ട. ഈ ഒരു മങ്കി എപ്പോൾ മൊബൈല് ഫോണിൽ വെക്കണം. അതുകൊണ്ട് ഈ കുറഞ്ഞ ഫോണുകളാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആണെങ്കിൽ എനിക്ക് ലാഭവും. നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യില്ലേ, നിങ്ങൾ കളിക്കുന്ന കമൻറ്റ് ചെയ്താൽ എനിക്കത് വിഷമമാണ് കേട്ടല്ലോ. എനിക്ക് എന്നെ കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയാം, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ കളിക്കുന്നുണ്ട്. GTA 5 വന്നു സത്യം പറയുന്നത് ഈ കാണുന്ന പോലെ GTA ആൻഡ്രോയിഡ്സ് എന്നെ ഇതിലിറക്കുന്ന ഗെയിമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു കാര്യം നോക്കുക. ഗൈസ്, പറ്റിക്കപ്പെട്ടു ഗൈസ്. നമ്മൾ പറ്റിക്കപ്പെട്ടു. എൻ്റെ കളിയും ഗൈസ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ PC-യിലൊരു ഗെയിം പൊട്ടിപ്പോയി. നിങ്ങൾക്ക് പല പേർക്കും അറിയാമായിരിക്കും PC എന്ന് പറയുന്നത്. PC-യിലാണ് ഞാൻ കളിക്കാറ്. എൻ്റെ കൂടെയുള്ള പൊട്ടന്മാർക്കൊന്നും അറിയാം.
അമ്മക്ക് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം കാശിക്കുണ്ട്. ഈ കാശിക്ക് ഈ PC-നെ കുറിച്ച് ഒരു വിവരമില്ല. ഈ PC നമ്മുടെ PC എന്ന് പറഞ്ഞാൽ അമ്മമാര് വിചാരിക്കുന്നത് നമ്മുടെ മറ്റേ ലാപ്ടോപ്പാണ്. പക്ഷെ PC എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല. അറിഞ്ഞാലും ഞാൻ പറഞ്ഞു കൊടുക്കൂല. ഇപ്പം ഞാൻ പറഞ്ഞ് അത് ശരിയാ. എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഗെയിംസ് കളിക്കണമെങ്കിൽ PC തന്നെയാണ്. PC തന്നെയാണ്. അത് ഞാൻ പറയുന്നത്. PC-ക്ക് എൻ്റെ ഫുള്ള് കിടപ്പുണ്ട്. എൻ്റെ ബോക്സിൽ കിടപ്പുണ്ട്. 2000 രൂപയാവും PC-ക്ക്. എന്ത് PC നിങ്ങൾ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് കയറി ചെക്ക് ചെയ്താൽ മതി. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാം, വരാതിരിക്കാം. ഓക്കെ, താഴെ എൻ്റെ ലിങ്ക് ബോക്സിൽ നോക്കാം. ഞാൻ എൻ്റെ PC-യുടെ വിലയും കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് PC അറിയാം. ആരാ ഈ മറ്റേ GT പോറ്റി. ഓക്കെ, ആ ബ്രോയിനെ അറിയാത്ത ആരും ബെറ്റർ. ഞാൻ ഇപ്പോഴേ പറയാം, ഒരു സാധനത്തിനും പൊക്കി പറഞ്ഞിട്ടില്ല ഇത് ഇത്രയും നാളായിട്ട്. നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഒരു സാധനവും പൊക്കി പറഞ്ഞിട്ടില്ല. PC-നെ മാത്രം ഞാൻ പൊക്കി പറഞ്ഞു. വിലയൊന്നും ഓർത്തില്ല നിങ്ങൾ. PC-നെ പൊക്കി പറഞ്ഞതിന് എൻ്റെ വിലയൊന്നും ഓർത്തില്ല. ആ വിലയാണ് അതിന് കൊടുക്കുന്നത്. അത്രയും ഞങ്ങൾ ഗെയിമേഴ്സ് GT പിന്നെ ആൻഡ്രോബി 5 സ്റ്റാർ എന്നിവയുള്ള ഗെയിമേഴ്സ് ആ ഒരു PC-നെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഓക്കെ. PC-യിൽ കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറയണേ. ഞാൻ PC-യിലാണ് കളിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ചിലവർക്ക് PC എങ്ങനെ കളിക്കുന്നതെന്ന്. അത് നമ്മുടെ ലാപ്ടോപ്പ് പോലെയല്ല. PC-യിൽ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മാനേജറോ അങ്ങനെ ഏതാണ്ട് ഒരു ബുക്ക് വേണം. ഫ്രീ ഫയറൊക്കെ PC-യിൽ PC-യിൽ റയർ സാധനമാണ്. ഫോണൊക്കെ ഫ്രീ ആയിട്ടാണ് സ്ക്രീന് വരുന്നത്. പക്ഷേ PC-യിൽ അങ്ങനെയല്ല. 5000 രൂപ കൊടുക്കണം PC-യിൽ കിട്ടണമെങ്കിൽ. ഞാൻ സംസാരിക്കണ്ടായിരുന്നു. കോപ്പ് PC ഞങ്ങൾ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് GT5 എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് വീഡിയോ. പിന്നെ ഡ്രോപ്പ് ഒന്ന് എടുക്കണം. ഇത്ര ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഈ ഡ്രോപ്പ് എടുക്കണം. ഞാൻ ഈ ഡ്രോപ്പ് എടുക്കട്ടെ. നിങ്ങളെന്നെ അതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ തെറ്റിപ്പോയി.